Hello there. So welcome to Tiju's Academy's Insta Live session. Here with you is Varsha and I have Binsi. Yeah. So പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ഡിസ്കഷനിൽ ഇന്ന് മോക്ക് ഡേ ആയിരുന്നു നമ്മൾ. യെസ്, നമുക്കിന്ന് മോക്ക് ഡേ ആയിരുന്നു ഇവിടെ. സോ സ്റ്റുഡൻസ് എല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷേ അതിനകത്ത് വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. Exactly. Yeah, so the follow-up question. So today we're going to discuss the usage of the follow-up questions. Yes. അപ്പോൾ ആദ്യമേ നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ടാസ്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് സോ വി ഹാവ് ടു മേക്ക് OET സ്പീക്കിംഗ് ഇൻ എ ഡയലോഗ് ഫോം, കോൺവെർസേഷൻ ആണ്. അപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് നമുക്ക് OET സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അടുത്തിരിക്കുന്ന ഇന്റർലോക്യൂട്ടറിനെ നമ്മുടെ ടാസ്കിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ. യൂസേജ് ആണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അതായത് അവർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സംഭവമാണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, there are lots of situations that you need to explain the task properly. So once your explanation is over, you just need to check the patient's understanding, whether they have understood the information or not. So അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതെ, നമ്മുടെ സ്പീക്കിങ്ങിന്റെ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ചെക്ക് വെദർ ദ പേഴ്സൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു എക്സ്പ്ലെയിൻഡ് എന്നുള്ള കാര്യം. അതൊരു ക്രൈറ്റീരിയക്കകത്തുള്ള ഭാഗം തന്നെയാണ്. അതുപോലെ അതിന് 3 marks ആണ് നമ്മൾ ക്രൈറ്റീരിയ ബേസിസ് നമ്മൾ കൊടുക്കുന്നത്. സോ ഏതൊക്കെയാണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം അല്ലേ. യൂഷ്വലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐ യു ഫോളോയിങ് മൈ വേർഡ്സ് എന്നുള്ളത്. അതിന് പകരം വൊക്കാബുലറി എൻറിച്ച്ഡ് ആക്കാൻ വേണ്ടി നമുക്ക് വേറെയും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് പറയാം. ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് ചോദിക്കാം, ഇസ് ഇറ്റ് ക്ലിയർ ടു യു? Am I clear to you? Is that clear with you? Yes. Am I understandable? Okay? Yeah, am I understandable to you? Is that okay with you? Does that sound fine to you? Yes, definitely. I hope you're getting my point. And are we on the same page? എന്നുള്ള ഡിഫറെൻറ്റ് ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഒരു ഫ്രേസ് തന്നെ വീണ്ടും വീണ്ടും പറയണം, പുട്ട് ഔട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. റെപ്പറ്റീഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നിങ്ങൾ ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 5 to 6 ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിപ്പെൻഡ് അപ്പോൺ ദ ടാസ്ക് ആണ് ഓൾവേസ്. ബട്ട് ഐ തിങ്ക് 5 to 6 ഒക്കെ ഇനഫ് ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് വൺസ് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഏതൊക്കെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ആദ്യം മേക്കപ്പ് ചെയ്യുക. അതിനനുസരിച്ച് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്ത് പോകും. യെസ്, എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് ഈ 3 minutes ടൈം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ OET നമുക്ക് നമ്മുടെ ഇന്റർലോക്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും. യു ക്യാൻ റൈറ്റ് ഇൻ ദ ക്യൂ കാർഡ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർഡ് റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി വൺ തിങ് യു ക്യാൻ ഡു ഇസ് നമുക്ക് അതിൻ്റെ സൈഡിലൊന്ന് എഴുതി വെക്കാം അല്ലേ. ഏത് ഫ്രേസ് ആണ് ഒരു പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞതിന് ശേഷം ഏത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ജോട്ട് ഡൗൺ ചെയ്യാം. സോ ദാറ്റ് യു വോണ്ട് ബി കമ്മിറ്റിംഗ് മിസ്റ്റേക്ക് ദാറ്റ് യു ആർ റിപ്പീറ്റിംഗ് ദ ഫ്രേസ് അഗൈൻ ആൻഡ് അഗൈൻ. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ യു ജസ്റ്റ് നീഡ് ടു പ്ലാൻ എക്സാക്ട്ലി വെയർ യു നീഡ് ടു യൂസ് ദോസ് തിങ്സ്. Exactly. It is the point is, yeah, it is not at all recommending that you need to use those questions under every bullet point. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്താൽ അത് ഭയങ്കര ബോറായി പോകും അല്ലേ. ഓരോ ബുള്ളറ്റ് പോയിന്റിന്റെയും താഴെ നമ്മൾ അത് ചോദിക്കണം നിർബന്ധമില്ല. ബട്ട് ദർ ആർ സം സോർട്ട് ഓഫ് സിറ്റുവേഷൻസ് എക്സാക്ട്ലി യു നീഡ് ടു പുട്ട് ഓൺ ദോസ് തിങ്സ്. സോ കറക്റ്റ് യൂസേജ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ അതിലേക്കാണ് പോയിന്റിലേക്കാണ് മോക്കിൽ നിന്നുണ്ടായ ഒരു സിറ്റുവേഷനിലെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. ലൈക്ക് എക്സാക്ട് ആയിട്ട് നമ്മൾ എവിടെയാണ് പ്രോപ്പർ യൂസേജ് ഓഫ് ദ വേർഡ്, ഐ മീൻ ദ ഫ്രേസസ്, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോണ ഡിസ്കസ് നൗ. സോ സർട്ടൻ ഫ്രേസ്, ആദ്യത്തെ ഒരു ഫ്രേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇപ്പം അതിന് മുന്നേ വർഷം ഞാനൊരു കാര്യം ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വന്നു. ദർ ആർ സം സോർട്ട് ഓഫ് സിറ്റുവേഷൻസ് ദാറ്റ് സ്റ്റുഡൻസ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും മറന്നു പോകുന്നൊരു സിറ്റുവേഷൻസ് അല്ലേ. ഒരു പലപ്പോഴും പറഞ്ഞു കേട്ടു, ഇന്ന് തന്നെ മോക്കിലുണ്ടായ സംഭവമാണ്. സ്റ്റുഡൻറ്റ് മറന്നു പോകുന്നുണ്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. എക്സ്പ്ലനേഷൻസ് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എവിടെ യൂസ് ചെയ്യണമെന്ന് അവർ പെട്ടെന്ന് മറന്നു പോകും. സംസാരിച്ച് വരുമ്പോഴത്തേക്കും മറന്നു പോകുന്നുണ്ട്. സോ അതിനെന്നാ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസേജിലേക്ക് വരാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സ്ട്രൈക്ക് ദ പോയിന്റ്. അതായത് നിങ്ങൾക്കറിയാൻ പറ്റും 3 minute പ്രിപ്പറേഷനിൽ തന്നെ എവിടേക്കാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് ചോദിക്കാൻ പറ്റാവുന്ന ആ കാർഡ് വായിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ അതിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ബുള്ളറ്റ് പോയിന്റിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് സ്റ്റാറോ അല്ലെങ്കിൽ ആരോയോ നിങ്ങൾക്ക് എന്താണോ ഒരു സിഗ്നൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ചെറിയൊരു സിഗ്നൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റിലേക്ക് വരുമ്പം തന്നെ യു ക്യാൻ ഗെറ്റ് അലേർട്ട്. നിങ്ങൾക്ക് അലേർട്ട് ആകാൻ പറ്റും. യെസ്, ഈ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ താഴെ am I clear to you അത് ചോദിക്കണം എന്നുള്ളൊരു അലേർട്ട് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും അത് മിസ്സായി പോകത്തില്ല. അതെ, അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ഏതൊക്കെ ഫ്രേസസ് ചോദിക്കണോ എന്നുള്ളത് ആപ്റ്റായിട്ട് ആ പോയിന്റ് മനസ്സിലാക്കിയതിന് ശേഷം എഴുതി വെക്കുക എന്നുള്ളത് അല്ലേ. ഇനി നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, അതായത്
മിസ്റ്റേക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഫ്രേസസിൻ്റെ ഓരോന്നിൻ്റെ ആപ്റ്റ് യൂസേജ് അതെ അല്ലേ. അപ്പോൾ ഏറ്റവും കോമൺലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് മാറ്റി വെച്ചൊരു ഫ്രേസാണ് ഹൗ ഡസ് ദറ്റ് സൗണ്ട് ടു യു. ഇത് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രോപ്പർ യൂസേജ് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല. സോ നമുക്ക് ആദ്യമേ അത് ഡിസ്കസ് ചെയ്യാം. അതെ അത് തന്നെ സോ ബിൻസി, ഹൗ ഡസ് ദറ്റ് സൗണ്ട് ടു യു? സോ ആക്ച്വലി അതൊരു സജഷൻ ഫ്രേസ് ആണ്. ഇറ്റ്സ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ ഫ്രേസ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്, ആ ഫ്രേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ ആണ് അതിനകത്തുനിന്ന് വരുന്നത്. ടോട്ടലി നോ, അങ്ങനെയല്ല. അതൊരു സജഷൻ ഫ്രേസ് ആണ്. ഇഫ് യു നീഡ് ടു ഗീവ് സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ദ ഇൻഫർമേഷൻ ഷുഡ് ബി ടോട്ടലി ന്യൂ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, ഇൻഫർമേഷൻ ടോട്ടലി അൺനോൺ ബൈ ദ പേഷ്യൻറ്റ്, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, വെൻ യു പുട്ട് ഫോർവേഡ് എ സജഷൻ അല്ലേ, നമുക്കിപ്പോൾ ഒരു സജഷൻ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന് പകരം അത് ചെയ്യുക എന്നൊരു സജഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പോയിന്റിൽ നമ്മളൊരു സജഷനാണ് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സജഷൻ ഫ്രേസ് യൂസ് ചെയ്യാം. സോ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിളും കൂടി പറയാം. അതെ അതെ, എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദർ ആർ ലോട്ട്സ് ഓഫ് സിറ്റുവേഷൻസ്. ചില കാർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സ്പ്ലെയിൻ ദ ഗ്യാസ്ട്രൈറ്റിസ്. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ അവർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. സോ വെൻ യു ആർ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ തിങ്, ചിലപ്പോൾ സ്റ്റുഡൻസ് പറയാറുണ്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു ദ കണ്ടീഷൻ ഓർ എ പ്രൊസീജിയർ. ഒരു കണ്ടീഷൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ. അതെ, അപ്പം അവർ പറയും ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ എക്സ്പ്ലെയിൻ ലൈക്ക് ദിസ്, ഗ്യാസ്ട്രൈറ്റിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഓഫ് സ്റ്റൊമക് ലൈൻ. ഹൗ ഡസ് ഇറ്റ് സൗണ്ട്? ഇത് ചോദിക്കാറുണ്ട്. സോ അവിടെ ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിവേ ദാറ്റ് ഇസ് നോട്ട് ഗോണ സൗണ്ട് ബെറ്റർ ടു ദ പേഴ്സൺ ബിക്കോസ് ദ പേഴ്സൺ ഇസ് ഓൾറെഡി സഫറിംഗ് ഫ്രം ഇറ്റ്. അപ്പോൾ നമുക്ക് അവിടെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലായോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇസ് ഇറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ടു യു ഓർ ആം ഐ ക്ലിയർ ടു യു എന്നുള്ളതാണ് ആപ്റ്റ് ആയിട്ടുള്ള ഫ്രേസ്. അതായത് ക്ലാരിഫൈ ചെയ്യുക, ഞാൻ ആ പറഞ്ഞ കാര്യം മനസ്സിലായോ. ഇപ്പം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് ആ പറഞ്ഞത് മനസ്സിലായോ, ഇസ് ഇറ്റ് ക്ലിയർ ടു യു പീപ്പിൾ എന്നുള്ള കാര്യം. ഓക്കെ, സോ ഹിയർ ഇനി ഇതിൻ്റെ യൂസേജ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂസേജ് നമുക്ക് നോക്കാം അല്ലേ. ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ടു യു എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? അതെ, അപ്പം ഹൗ ഡസ് ഇറ്റ് സൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, പല സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ 1-2 ഞങ്ങൾ പറയാം. ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ജസ്റ്റ് സജസ്റ്റിംഗ് എ വേ, ലൈക്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ക്യാൻ മേക്ക് വർക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 10 minutes in a day. So engage yourself in doing any physical activity for some time എന്ന് പറയാം. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ചെയ്യാതിരുന്ന ഒരാളോട് നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇറ്റ് വുഡ് ബി റെക്കമെൻഡബിൾ ഇഫ് യു കുഡ് ഡു സം ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ ദ ടൈം ബീയിങ്. സോ അവിടെ നമുക്ക് ചോദിക്കാം ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ടു യു എന്നുള്ള കാര്യം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറ്റിനെ പറ്റി പറഞ്ഞു, ഐ എം ടെലിംഗ് യു അബൌട്ട് എ ഡയറ്റ് ഓഫ് വിച്ച് യു ആർ ഹാവിംഗ് സം കൺഫ്യൂഷൻ. ഡെഫിനറ്റ്ലി ദ പേഴ്സൺ വോണ്ട് ബി ഗെറ്റ് എവരിബഡി ഇൻ ഫ്രണ്ട് ഓഫ് us won't be getting an idea. It is a common man അല്ലേ, the person in front of you is a common man. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അവരോട് ചോദിക്കാം. സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഈവൻ മോർ ഇഫ് യു വോണ്ട് ക്ലാരിഫിക്കേഷൻ ഐ ക്യാൻ പ്രൊവൈഡ് യു വിത്ത് എ ലീഫ്ലെറ്റ് എന്ന് പറയാം. അത് നമ്മളൊരു സജഷനാണ് പറഞ്ഞത്. മോറോവർ ഐ ക്യാൻ മേക്ക് യു ടു മേക്ക് എ റെഫറൽ ഫോർ യു ടു കൺസൾട്ട് എ ഡയറ്റീഷ്യൻ. അതും ഒരു സജഷനാണ്. ഇപ്പോൾ നമുക്ക് ഇത് രണ്ടും എന്താണ് അവിടെ നമുക്ക് ചോദിക്കാം ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ടു യു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുള്ളത് ഞങ്ങൾ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫ്രേസിലേക്ക് പോവാം അല്ലേ. അതെ, സോ വിൽ യു ബി ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബിൻസി നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് വിൽ യു ബി ഏബിൾ ടു ഡു ഇറ്റ് എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു കണ്ടീഷൻ ഒരു സജഷൻ കൊടുത്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ സജഷൻ പറയാണ്, ലൈക്ക് എന്താണ് ഒരു ചെറിയ ഡയറ്ററി മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്ന കാര്യം, അല്ലെങ്കിൽ എന്താണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന കാര്യം. ഇപ്പം നിങ്ങൾ ഇറ്റ് വുഡ് ബി ഗുഡ്, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു ക്യാൻ ഡ്രിങ്ക് വാട്ടർ at least 3 to 4 glasses in a day. Yes. So would you be able to do that? Yes. എന്ന് അവിടെ നമുക്ക് ചോദിക്കാം. അതെ. Okay. So will you be able to make it or will you be able to do it? എന്നുള്ള കാര്യം. Do you think that you can do this? Yes. അങ്ങനെ നമുക്ക് ചോദിക്കാം. മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അതെ, ഇത് ഒരു സജഷൻ ഫ്രേസ് ആണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, is it okay with you? Yeah. So is it okay with you? കോമൺലി നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഫ്രേസ് ആണ്. സോ അതിൻ്റെ യൂസേജ് അതെവിടെയാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഈസ് ഇറ്റ് ഓക്കെ വിത്ത് യു ഇൻഅപ്രോപ്രിയേറ്റ് എവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് കൂടുതലും ലൈക്ക് ഒരു സിറ്റുവേഷൻ പറയാം. ഇഫ് ദ മദർ ഈസ് ബ്രോട്ടിംഗ് ഹെർ ചൈൽഡ് ടു ദ ക്ലിനിക് ഫോർ സം വൂണ്ട് ഓർ ഇൻജുറി ഓർ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. അതെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ you will assess as a nurse, you will assess the wound, and the student will say, yeah, I will just assess your child's wound, I will clean it and I will apply dressing over the wound. Is it okay with you? Yes.
അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സോ ഓൾറെഡി അമ്മ വന്നിരിക്കുന്ന ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ വീണ്ടും അത് ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ ദ മദർ ഇറ്റ് ഇസ് ക്ലിയർ ഫ്രം ദി സിനാരിയോ ദാറ്റ് ദ മദർ ഹാസ് ബോട്ട് ദ ചൈൽഡ് ഫോർ ദി ഡ്രസ്സിങ്. So you can just proceed by saying that is so I have just examined the wound and it's a pretty superficial wound or something you can mention. And now what I'm going to do is I'll dress the wound of the child. Yes. Okay. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് may I എന്ന് ചോദിക്കാം, പെർമിഷൻ സീക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലേ? May I proceed with that? Yes, അത് ചോദിക്കാം. Or you can ask the consent. So yes, definitely consent. So can I just proceed with that എന്ന് ചോദിക്കുന്നതാണ് കുറച്ചും കൂടി ആപ്റ്റ്. It is not at all appropriate if you're using it. Is it okay with you എന്നുള്ള കാര്യം അതല്ല നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് എ ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻ ആൻഡ് ഐഡിയ റിഗാർഡിംഗ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രേസസ്. ഹിയർ ഇൻ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ക്ലാരിഫിക്കേഷൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാരിഫിക്കേഷൻ ആൻഡ് സജഷൻ ഫ്രേസ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ കോസസ്, പ്രിക്കോഷൻസ്, പ്രിവെൻഷൻ ഇതൊക്കെ പറയുമ്പോഴാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഫ്രേസ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് സജഷൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സജഷൻ ഫ്രേസസ് യൂസ് ചെയ്യുക. യു പീപ്പിൾ ആർ ക്വൈറ്റ് ഫാമിലിയർ വിത്ത് the suggestion phrases, just like we discussed today. How does it sound to you? Will you be able to do it? Is it okay with you? ഇതൊക്കെ നമ്മൾ appropriate ആയിട്ട് യൂസ് ചെയ്യാം. So I hope things are clear. Yes, so this is what we want to discuss with you today. So we'll be meeting in the next session.